ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്പേസ് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൽ കൃഷിയുള്ളതും വിളവെടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചതാണ്, ഈ ടെറസിലൊക്കെ കൃഷി ചെയ്ത് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അതിന് പിന്നിലുള്ള അധ്വാനവും കൂടി നിങ്ങളൊന്ന് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്രാവശ്യം കുറേ കൂടെ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ടെറസിൽ ചാക്കുകളും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഇല്ല. അപ്പോൾ വിളവ് കൂടുതൽ കിട്ടാനായിട്ടും കൂടെ ആയിട്ട് ഫ്രിഡ്ജിൻ്റെ കേസൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ കൃഷിയിൽ ടെറസിലേക്ക്. അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പം വേറൊരു വെല്ലുവിളിയാണ് മണലിൻ്റെ അവൈലബിലിറ്റി. അപ്പോൾ ഈ മണലെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്ന് ടെറസിൽ കൂട്ടിയിട്ട് അതിൽ കൂടെ ജൈവ വളങ്ങളെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണാണ് പപ്പ ഓരോ ഗ്രോ ബാഗിലായിട്ടൊക്കെ നിറച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്ന പണിയല്ലായിരുന്നു, അത്യാവശ്യം നല്ല ഹെവി വർക്ക് ചെയ്തതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു കുറച്ച് ആഴ്ചകൾക്ക് ശേഷമുള്ള ദൃശ്യമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മണ്ണ് നിറച്ചുകൊണ്ടിരുന്ന ആ സ്പേസിലൊക്കെ ഇപ്പം എന്ത് പച്ചപ്പായി. ആ അലുവയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ പഴുത്ത് നിന്നതെല്ലാം ഇപ്പം അത്യാവശ്യം നല്ല വളമൊക്കെ കിട്ടിയിട്ട് നല്ല പച്ചിച്ച് നിൽപ്പുണ്ട്. നല്ല ചീരയും വെണ്ടയ്ക്കയും എല്ലാം നമ്മൾ നോക്കി ചിരിക്കുന്നത് പോലെ ഉണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന് നോക്കിയപ്പോൾ ഒഴിഞ്ഞിരുന്ന ഗ്രോ ബാഗുകളിൽ നിന്നെല്ലാം ഓരോരുത്തർ എന്നെ തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം അത്രത്തോളം എഫേർട്ട് ഇതിൻ്റെ പിന്നിലിട്ടത് ഞാനന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഔട്ട്കം വരുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അപ്പോൾ പപ്പ എനിക്ക് പിന്നീട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ഗ്രോ ബാഗുകളിലും എന്തൊക്കെയാണ് വച്ചിരിക്കുന്നതെന്ന്. കാരണം ഈ തയ്യായിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൃഷിയിൽ നിന്നും ആദ്യം വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പള്ളിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ മോർണിംഗിൽ ആദ്യമായിട്ട് നമ്മളിത് പാകമായിട്ടുള്ള ചീര ഉണ്ടെന്ന് പപ്പ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാകമായ ചീര പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മുറിച്ചെടുക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ പലരുടെയും വീട്ടിലത് ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാലും ഞങ്ങളുടെ ഈ വീട്ടിലെയും കൂടെ സ്പെഷ്യാലിറ്റി നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പച്ച ചീരയാണ്, പിന്നെ ചുവന്ന ചീര നിൽപ്പുണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഒരു സീരീസ് ആയിട്ട് കാണിക്കാം. കാരണം ഇതിന് മുന്നേ ഞാൻ ഈ ഈൽഡെന്ന് ടെറസിൽ നിറച്ച് വിളവ് നിൽക്കുന്നതും അത് പറിക്കുന്നതും എല്ലാം നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ അതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ പിന്നിൽ വന്ന എഫേർട്ട് അതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ആവുന്നെങ്കിൽ ആവട്ടെ എന്നും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നത് വളരെയധികം ഹെൽത്തിന് നല്ലതും കൂടെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട് ഇങ്ങനെ പ്രചോദനം ആയിട്ട് ഞാൻ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും മണ്ണ് നിറച്ചിങ്ങനെ ഒരു ലൈനായിട്ട് നിറച്ച് വെച്ചിരുന്ന ഗ്രോ ബാഗ് കണ്ടോ. അതിൽ പിന്നെ പപ്പ ഇങ്ങനെ ഒരു പന്തൽ പോലെയൊക്കെ ഇതിന് പടർന്ന് കയറാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പയറുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ആ വള്ളിപ്പടർപ്പുകളിലൂടെ ഇങ്ങനെ മേളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ കേസ് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ കേസ് വന്നെന്ന് പറഞ്ഞിട്ട് ഗ്രോ ബാഗിന് പപ്പ ഒരു കുറവും വരുത്തിയിട്ടുമില്ല. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള വിശേഷം നമ്മൾ കണ്ടാലോ. അപ്പോൾ ടെറസിൽ നിറച്ച് വിളവായിട്ടുണ്ട്. അന്ന് ചെറുതായിട്ട് കണ്ട ചെടികളെല്ലാം ഇപ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഓരോന്നിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ രാവിലത്തെ കുളിർമയാർന്ന കാഴ്ചകളാണ് കേട്ടോ. ഇലകളിലെല്ലാം ഇങ്ങനെ വെള്ളമൊക്കെ നനഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ ചീരയൊക്കെ അത്യാവശ്യം പാകമായിട്ടുണ്ട്. കുറേ ചീരയൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പയറുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിന്ന് ഡാൻസ് ചെയ്യും പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട്. എന്നാൽ ഗ്രോ ബാഗുകളിൽ പുതിയ തൈകളും മുളച്ച് വന്നിട്ടുണ്ട്. പുതിയ ചാക്കുകളിൽ നമ്മൾ മരിച്ചിനി തൈകളെല്ലാം ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അന്ന് കണ്ടതിലും വെച്ച് ഒരുപാട്
വിളവ് നമുക്ക് ആയി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അത് പയറൊക്കെ നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ആ കണ്ടത്. പിന്നെ അപ്പോൾ ഇന്ന് വിളവെടുക്കാനായിട്ട് അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അമ്മ ഇന്ന് പറിച്ചെടുത്ത പയറുകളും എല്ലാമായിട്ട് അങ്ങനെ പപ്പയെ സഹായിക്കാനായിട്ട് കയറിയൊക്കെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ, നിറയെ ഇങ്ങനെ പയർ തൂങ്ങി കിടക്കുന്ന കാണാനൊക്കെ വളരെ പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു. പിന്നെ രാവിലെ ആകുമ്പോൾ അണ്ണാനും കാക്കയും കിളികളും ബട്ടർഫ്ലൈസും എല്ലാം നിറഞ്ഞ് ആ ടെറസിലുണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും കൃഷി തുടങ്ങാനായിട്ട് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ ബൈ.